ഇതിനൊരു 35 ദിവസം ഒരു ഷൂട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബദ്ലയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും അതിന്റെ ഷൂട്ട്. കമ്പയർ ഒന്നും ചെയ്യാനില്ല, ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ്. റോളക്സ് പോലെ ഒന്നും പറയാൻ പറ്റില്ല. ഞാനും എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഒരു വേൾഡിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അതിന്റെ പിച്ചിങ് നടക്കുന്നു. ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. അതിന്റെ പിച്ചിങ് നടക്കാം. പ്രൊഡക്ഷൻ ഓഫീസർ ആയിട്ടുള്ള ടോക്സ്. ബോബി ചേട്ടാ ടി എന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ കണ്ടിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും IV ശശിയുടെ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ട് എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇവരോട് പറഞ്ഞു മടുത്തു. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞിരിക്കും. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും. അപ്പം ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ.